ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ ചെയ്ത് നോക്കിയാലോ. ഇതുപോലെ നമ്മൾ റഫായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനു മുന്നേ ഒരു കാര്യം പറയാണ്ട്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആരും ഒന്നും ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. അപ്പോൾ ഇഷ്ടമായാലും മാത്രം ഒന്ന് ചെയ്തിട്ട് പോണേ. അപ്പോൾ അതാ ഈ രണ്ട് ടൈപ്പ് ഷുഗർ ബീഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വർക്ക് ഫുള്ളായിട്ട് ഈ ഒരു ടൈപ്പ് ഷുഗർ ബീഡ് തന്നെയാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളൂ. എപ്പോഴും ഒരേ ടൈപ്പ് ഷുഗർ ബീഡ് എടുക്കാതെ രണ്ട് ടൈപ്പ് ഷുഗർ ബീഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, രണ്ട് കളറിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും വർക്ക് കാണാനായിട്ട്. ഇതിപ്പോൾ ഒരു ലൈറ്റ് കളറും പിന്നെ ഒരു ഡാർക്ക് കളറുമായിട്ടുള്ള രണ്ട് കളറാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കുറച്ച് ഞാൻ അരി വർക്കും പിന്നെ കുറച്ച് നീഡിൽ വർക്കുമായിട്ടാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ വർക്ക് ഫുള്ളായിട്ട് നമുക്ക് നീഡിലോണ്ടും ചെയ്യാം, അരി വർക്ക് കൊണ്ടും ചെയ്യാം. എനിക്ക് കുറച്ചൊക്കെ സുഖം നീഡിൽ വർക്ക് കൊണ്ടും കുറച്ചൊക്കെ അരി വർക്ക് കൊണ്ടുമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 3 മൈക്രോ കട്ട് ബീഡ് താഴത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ അതിനുശേഷം ഒരു 2 വെച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊരു ലീഫ് പോലെ ചെയ്തെടുക്കുന്നുണ്ട്. അരിവർക്ക് അറിയാത്തവരൊക്കെ ഇത് ചെയ്ത് ഒന്ന് നോക്കി വെക്കുക. കാരണം ഞാനും അരിവർക്ക് പഠിച്ചിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഇത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു എന്താ പറയുക വാശിയാന്ന് തന്നെ വിചാരിക്കാം. കാരണം എല്ലാവരും ഒരു വാശിപ്പുറത്താണ് എല്ലാതും തുടങ്ങുന്നത്. നമ്മൾ ഓരോരുത്തരുടെ ബ്ലൗസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുപോലത്തെയൊക്കെ നമ്മൾ ഏത് കാലത്താണാവോ സ്റ്റിച്ച് ചെയ്യാന്ന്. കാരണം 4000-5000 രൂപ കൊടുത്തിട്ട് നമ്മളെ കൊണ്ടൊന്നും അത് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ്. ക്ലാസ്സിനോ ഒന്നിനും പോവാതെ നീഡിൽ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും, അത് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴും ഈ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആര് കാണാനാന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് പറയുക, അവരുടെ മുന്നിലൊക്കെ ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്ന വാശിയോട് കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. യൂട്യൂബിൽ ക്ലിക്കായില്ലെങ്കിലും ആരി വർക്കിൽ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജോലിയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാനത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതുപോലെ എന്നെപ്പോലെ വിചാരിക്കുന്ന ആൾക്കാരാണ്. അവനവൻ്റെ കയ്യിൽ ഒരു 10 പൈസ ഉണ്ടെങ്കിലേ നമുക്ക് വിലയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റും ആ ചെറിയ ടൈപ്പ് ഷുഗർ ബീഡ് മൈക്രോ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചെറിയ ടൈപ്പ് ഫ്ലവറാണ് ഞാൻ ചെയ്യണത്. ഫസ്റ്റ് ഞാൻ ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചെയ്തു വന്നപ്പോൾ അധികം ഒരു എയിം ഉണ്ടായിരുന്നില്ല, ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനതൊക്കെ മാറ്റിയിട്ട് പിന്നെ ഈ ഒരു ടൈപ്പ് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഇത് നമ്മൾ സ്ലീവിൽ ഫുള്ളാക്കി കഴിഞ്ഞാലും നല്ല രസം ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ടുള്ളൊരു വർക്കായത് കാരണം സിമ്പിളായിട്ടുള്ള വർക്ക് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ഇത് ഈ ഒരു ഫ്ലവർ ഫുള്ളായിട്ട് വെച്ചിട്ട് കുറച്ച് സ്റ്റെംസും കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രസം ഉണ്ടാവും. കാരണം സ്ലീവിൽ ഫുള്ള് കവർ ചെയ്തിട്ടുള്ള രീതിക്കാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. എൻ്റെ ഓൾറെഡി ആ നെക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഒരു ഗോൾഡൻ കളർ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കയ്യും കൂടി ഫുള്ളായിട്ട് വർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ ആ 4 ഫ്ലവറാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ആ 4 ഫ്ലവറും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്റ്റെമ്മ് കൂടി ഏറ്റവും മേലത്തെ ഫ്ലവറിന് മാത്രം ഒരു സ്റ്റെമ്മ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റെമ്മ് കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വർക്ക് ഫിനിഷായി. അപ്പോൾ കാണുന്നവർ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യണേ. ഈ ഒരു വീഡിയോക്കെങ്കിലും ഒരു 50-ന് മേലെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു.